അപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻസ് ആണ് ഓരോ ടൈപ്സ് ഓഫ് ബോഡിയുടെയും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത്, ഒന്നാമത്തതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് ബോഡി വിത്ത് ടു ഫോഴ്സസ്. അതായത് ഒരു ടു ഫോഴ്സ് മെമ്പർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവും. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര ആലോചിച്ചാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്താവണം? 0 ആവണം. അപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. ഇപ്പോൾ ഇതൊരു മെമ്പറാണ് നോക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്നൊരു പോയിൻറ്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിൻറ്റ്. ഇപ്പോൾ ഇതിൽ 2 ഫോഴ്സ് മെമ്പറാണ് എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സസ് ആക്ട് ചെയ്യണം. ഞാൻ ഇവിടെ എന്തോ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, F1. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് F2 എന്ന് പറയുന്ന വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കണ്ടീഷൻ ഓഫ് എ 2 ഫോഴ്സ് മെമ്പർ ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അതിൽ ഒന്നാമത്തെ ഫോഴ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഫോഴ്സസ് ആക്ട് അലോങ് ദ സെയിം ലൈൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവുള്ള കണ്ടീഷൻസ് ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം 2 ഫോഴ്സിൻ്റെ. അതായത് ഈ ഫോഴ്സിന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ലൈൻ ട്രാൻസ്മിസിബിലിറ്റി വെച്ച് നമുക്ക് പറയണ്ടേ, ഈ ഫോഴ്സിന് F2 എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടണം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം ആ 2 ഫോഴ്സും. ഇപ്പോൾ ഒരു 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു മെമ്പർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ദീസ് 2 ഫോഴ്സസ് മസ്റ്റ് ബി ഇൻ ആക്ടിങ് അലോങ് എ ലൈൻ. അപ്പോൾ ഒരു സെയിം ലൈൻ ഓഫ് ആക്ടിങ്. അതേപോലെ അത് കൊളിനിയർ ആയിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൊളിനിയർ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി തീരും. അപ്പോൾ സെയിം ലൈൻ ഓഫ് ആക്ഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. കാര്യം നമുക്കിപ്പോൾ F1 എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് 5 ന്യൂട്ടനാണ്, അത് മുകളിലേക്കാണ്. F2 എന്ന് പറയുന്നത് 5 മീറ്ററാണ്, താഴേക്കാണ്. ഇത് രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയാൽ, അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, -5 + 5 = എന്ത് കിട്ടും? 0 കിട്ടും. നെറ്റ് ഫോഴ്സ് = 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? F1 = -F2. F1 F2 ഈക്വൽ ആയിരിക്കണം, പക്ഷേ അതേസമയം ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ദ ഫോഴ്സസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ബി രണ്ടാമത്തെ കണ്ടീഷൻ F1 - F2. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കൊള്ളണം, ഞാനത് എഴുതുന്നില്ല. ഇറ്റ് ഷുഡ് ബി ഈക്വൽ, ദീസ് 2 ഫോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് 2 ലൈനിലാണ് വന്നതെങ്കിൽ അവിടെ കപ്പിളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ 2 ലൈനിൽ വരാത്ത രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തത്. അപ്പോൾ 2 ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന ഒരു മെമ്പർ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താണ്? ഇഫ് എ 2 ഫോഴ്സ് മെമ്പർ, നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട പ്രോപ്പർട്ടീസാണ് അല്ലെങ്കിൽ കൺസെപ്റ്റുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു 2 ഫോഴ്സ് മെമ്പറിനെ കാണിച്ച് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. 2 ഫോഴ്സസ് മസ്റ്റ് ബി ആക്ട് അലോങ് എ ലൈൻ ആൻഡ് ദ 2 ഫോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഈച്ച്. 2 ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ടു ഈച്ച് ആയിരിക്കണം. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ഫോഴ്സ് മെമ്പർ കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്താൽ അത് എങ്ങനെയാണ് എന്തിലാവുന്നത്? ഇക്വിലിബ്രിയത്തിലാവുന്നതെന്ന് നോക്കാം. നമുക്കൊരു 3 ഫോഴ്സ് മെമ്പറിൻ്റെ കണ്ടീഷൻ എടുത്ത് നോക്കാം. അപ്പോൾ 3 ഫോഴ്സ് മെമ്പറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ദ സെക്കൻഡ് വൺ ഈസ് 3 ഫോഴ്സ് മെമ്പർ. ഇൻ ദ കേസ് ഓഫ് എ 3 ഫോഴ്സ് മെമ്പർ, 3 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ നമുക്ക്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ 3 ഫോഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ബോഡി പോയിന്റിൽ കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F2, ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F3. ഇപ്പോൾ 3 ഫോഴ്സ് ഉള്ള ഒരു മെമ്പറാണ്. ഇതെങ്ങനെ ഇക്വിലിബ്രിയത്തിലാവും? ഫസ്റ്റ് കണ്ടീഷൻ, 3 ഫോഴ്സും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം, 3ൻ്റെയും കൂടെ ലൈൻ ഓഫ് ആക്ഷൻ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണല്ലേ, ഇങ്ങനെ പോയി. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്? ഇങ്ങനെയാണ്, ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്ത് എവിടെയാണ്? മൂന്നാമത്തതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ. അതായത് 3 ഫോഴ്സും കൂടി അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് നമ്മൾ നീട്ടി വരച്ച് കഴിഞ്ഞാൽ അത് എവിടെ വന്ന് മീറ്റ് ചെയ്യണം? 3 കൂടി ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ 3 ഫോഴ്സിൻ്റെ കൂടെ ലൈൻ, നമ്മൾ നേരത്തെ 2 ഫോഴ്സ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? 2 ഫോഴ്സ്, 2 ഫോഴ്സ് മെമ്പറിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞേ? 2 ഫോഴ്സ് മെമ്പർ ആയിരിക്കുമ്പോൾ 2 ഫോഴ്സ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ നീട്ടി വരച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരു ലൈനിൽ പോകണം. ഇത് രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. ഇവിടെ ഇങ്ങനെ സെയിം ലൈൻ ഓഫ് ആക്ഷൻ പറയാകില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 3 ഫോഴ്സുകളുണ്ട്. അപ്പോൾ 3 ഫോഴ്സിൻ്റെയും കൂടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റ് മീറ്റ് ചെയ്യണം. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് വിളിക്കും. പോയിന്റ് ഓഫ് കൺകറൻസി
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പോയിൻ്റ് ഓഫ് കൺവറൻസി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ദ ഫോഴ്സസ് ആക്ട് അറ്റ് ദ സെയിം പോയിൻറ്റ്. ഈ 3 ഫോഴ്സും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണം. ഓർ നമുക്കിങ്ങനെ പറയാം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സസ് മസ്റ്റ് ഇൻ്റർസെക്റ്റ് അറ്റ് വൺ പോയിന്റ്. അപ്പം എന്ത് പറയാൻ പറ്റും? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് 3 ഫോഴ്സസ് മസ്റ്റ് ഇൻ്റർസെക്റ്റ് അറ്റ് വൺ പോയിന്റ്. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് പോയിൻ്റ് ഓഫ് കൺകറൻസി. അതിനെ നമ്മൾ പോയിൻ്റ് ഓഫ് കൺകറൻസി എന്ന് പറയും. രണ്ടാമത്തത് നെറ്റ് ഫോഴ്സ് ഈക്വൾ ടു 0 ആവണം. നെറ്റ് ഫോഴ്സ് ഈക്വൾ ടു 0, 3 ഫോഴ്സും കൂടെ വെക്റ്റർ സം എന്ന് പറയുന്നത് 0 ആവണം. ഈ 3 ഫോഴ്സിൻ്റെ കൂടെ വെക്റ്റർ സം 0 ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വെക്റ്റർ ഡയഗ്രാം മസ്റ്റ് ബി എ ക്ലോസ്ഡ് വൺ. വെക്റ്റർ ഡയഗ്രാം ഓഫ് 3 ഫോഴ്സസ് മസ്റ്റ് ബി എ ക്ലോസ്ഡ് വൺ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് 0 എന്നാണ്. അപ്പോൾ ഒരു റിസൾട്ടൻറ്റ് 0 ആവണമെങ്കിൽ ഈ 3 ഫോഴ്സിൻ്റെ ഒരു വെക്റ്റർ ഡയഗ്രാം നമുക്കറിയാം. അപ്പോൾ ഇതിപ്പോൾ നോക്കിയോ, ഇതിപ്പോൾ ഒരു 5 ന്യൂട്ടൺ ആണെന്ന് വെച്ചോ. F1 ഇപ്പോൾ 5 ന്യൂട്ടൺ ആണ്. അപ്പോൾ അത് പാരലായിട്ട് നമുക്ക് ഇവിടെ എടുത്ത് വരയ്ക്കാമല്ലോ. F1 5 ന്യൂട്ടൺ 5 സെൻറ്റിമീറ്റർ ആണ് വരച്ചതെന്ന് നോക്കുക. ഒരു സൈഡിൽ കൂടി നമ്മൾ എന്ത് വരയ്ക്കും? F2. അതായത് ഈ F2ന് പാരലായിട്ട് ഞാൻ ഇവിടെ വെച്ച് വരച്ചു. ഇവിടെ വെച്ചൊരു സാധനം വരച്ചു. പിന്നെ F3ക്ക് പാരലായിട്ട് ഞാൻ ഇവിടെ വരച്ചു അല്ലേ. അതായത് ഒന്നുകൂടെ പറയാം, F1 5 ന്യൂട്ടൺ എനിക്കറിയാം. F1 ഞാൻ ഇവിടെ എടുത്ത് വരച്ചു പാരലായിട്ട് 5 സെൻറ്റിമീറ്റർ വരച്ചു. 1 സെൻറ്റിമീറ്റർ ഈക്വൾ ടു 1 ന്യൂട്ടൺ വെച്ച് വരച്ചു. പിന്നെ F2 ഒരു സൈഡിൽ വെച്ച് വരച്ചു. പിന്നെ അപ്പുറത്തെ സൈഡിൽ വരച്ചപ്പോൾ എന്ത് വരയ്ക്കണം? F3. എനിക്ക് തിരിച്ചും വരയ്ക്കാം. F2 അപ്പുറത്തും F3 ഇപ്പുറത്തും വരയ്ക്കാം, അതൊന്നും പ്രശ്നമില്ല. F3 ഇവിടെ വെച്ച് വരച്ചു, പാരലാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ. ഇതായിരിക്കും F2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതായിരിക്കും F3നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷുഡ് ബി F2 ആൻഡ് ഇറ്റ് വിൽ ബി F3. നോക്കി, F2ൻ്റെ ഡയറക്ഷൻ പാരലാണ്, എൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാവാവൂ. F3യുടെ ഡയറക്ഷൻ ഇതാണ്, ഇത്രയാവാവും. ഇത് കൂട്ടിമുട്ടിയില്ലെങ്കിൽ, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയില്ലെങ്കിൽ അർത്ഥം എന്താ? അവിടെ ഒരു റിസൾട്ടൻറ്റ് ഉണ്ടെന്നാണ്. അതായത് റിസൾട്ടൻറ്റ് 0 അല്ലെന്നാണ്. ഒരു ക്ലോസ്ഡ് ഡയഗ്രാം. നമ്മൾ ആ ബാലൻസിങ് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബാലൻസിങ്ങിൽ നമുക്ക് കൂട്ടിമുട്ടിച്ചാണ് നമ്മൾ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൂട്ടിമുട്ടിയില്ലെങ്കിൽ റിസൾട്ടൻറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് ഫോഴ്സ് ഈക്വൾ ടു 0 എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇത്ര പറയുന്നു, വെക്റ്റർ ഡയഗ്രാം ഓഫ് ദാറ്റ് 3 ഫോഴ്സസ് മസ്റ്റ് ബി എ ക്ലോസ്ഡ് വൺ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? വെക്റ്റർ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൾ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ, ഇപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്നുകൂടെ ഓർമ്മിക്കാം. 2 ഫോഴ്സ് മെമ്പർ ആകുമ്പോഴത്തേക്ക് കണ്ടീഷൻസ് എന്തായിരുന്നു? സെയിം ലൈൻ ഓഫ് ആക്ഷൻ, ഈക്വൽ ഓപ്പോസിറ്റ്. ഇവിടെ ആണെങ്കിൽ എന്താണ്? സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യണം. 3 ലൈൻ ഓഫ് ആക്ഷൻസ് കൂടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്യണം, പോയിന്റ് ഓഫ് കൺകറൻസി. റിസൾട്ടൻറ്റ് 0 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3 ഫോഴ്സിൻ്റെയും കൂടെ വെക്റ്റർ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. നമ്മൾ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അത് വലുതായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറയും. കാര്യം വരയ്ക്കുന്നത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, അത് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ആ വെക്റ്റർ ഡയഗ്രാംസ് ക്ലോസ്ഡ് ആക്കുന്നതിന് കാര്യം റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തന്നെയാണ്. ഇനി അടുത്ത നമുക്ക് 4 ഫോഴ്സ് മെമ്പർ ഉണ്ട്. 4 ഫോഴ്സ് മെമ്പർ കഴിഞ്ഞ തവണ 4 ഫോഴ്സ് മെമ്പർ വരുന്നതിന് മുമ്പ് 2 ഫോഴ്സ് മെമ്പർ വിത്ത് ഒരു ടോർക്ക് വരുന്നൊരു കണ്ടീഷനുണ്ട്. പിന്നെ അടുത്ത നമ്മൾ പറയുന്നത് അടുത്ത കണ്ടീഷൻ, മൂന്നാമത്തെ കണ്ടീഷനാണ്. അടുത്ത നമ്മൾ കണ്ടീഷൻ പറയാം. ദ തേർഡ് വൺ, 2 ഫോഴ്സസ് ആൻഡ് എ ടോർക്ക്. ഒരു ഫോഴ്സും ഒരു ടോർക്കും ഉള്ള സാധനം. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ഒരു മെമ്പർ ഉണ്ടെന്ന് നോക്കുക, ഇവിടെ ഫിക്സഡാണ്. ഇപ്പോൾ ഈ മെമ്പർ കറങ്ങിക്കൊണ്ടിരിക്കുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ അതിന് റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് എന്ന് പറയുന്നത് F എന്ന് പറയുന്ന ഫോഴ്സാണ്. അപ്പം അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് F1 എന്ന് പറയുന്ന ഫോഴ്സാണെന്ന് വെക്കുക. അപ്പോൾ ഈ ബോഡിക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ഈ പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതെന്ന് പറയുന്നത് എന്താണ്? F2 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 ഫോഴ്സസ് ഒരിക്കലും സെയിം ലൈൻ ഓഫ് ആക്ഷൻ അല്ല. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, നീട്ടി വരച്ചാൽ. F1ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണെന്ന് പറയാം, നീട്ടി വരയ്ക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഇത് രണ്ടും പാരലലായിരിക്കണം, ഇത് കൂട്ടിമുട്ടരുത്. അപ്പോൾ ടോർക്കുള്ളൊരു മെമ്പറിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പാരലായിരിക്കണം. അതായത് F1 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് മസ്റ്റ് ബി പാരലൽ ടു എന്താണ്? F2. തീർന്നില്ല. ഈ F1ഉം F2ഉം പാരലായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. പക്ഷേ അതേസമയം ഓപ്പോസിറ്റാണ്. ഈക്വൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു കപ്പിൾ ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ 2 ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങും അല്ലേ. അപ്പോൾ അത്ര ആലോചിച്ചാൽ മതി.
ഈ രണ്ട് ഫോഴ്സസും എന്താണ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ അല്ല, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നില്ല. എന്താണ്, രണ്ടും ടോർക്ക് ഉള്ളതുകൊണ്ടാണ്. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ഓപ്പോസിറ്റാണ്. ഈക്വൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഈക്വൽ ഓപ്പോസിറ്റ് ആവണം, അതേസമയം അത് രണ്ടും പാരലായിരിക്കണം. ഇനി ഇതിനെങ്ങനെയാണ് ടോർക്ക് വരുന്നത്, ഇത് ഇവിടെ ഉണ്ടാകുന്ന കപ്പിളെന്ന് പറയുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഇത് ഇങ്ങോട്ടുമാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ കറക്കുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഇത് ക്ലോക്ക് വൈസ് ഇറങ്ങും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ കറങ്ങുന്നത്. അത് ഇവിടെ ഉണ്ടാകുന്ന കപ്പിളെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ്. നമുക്ക് കപ്പിളെന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും. കപ്പിളെന്ന് പറയുന്നത് C ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും, മൂന്നാമത് നമ്മൾ കപ്പിൾ കണ്ടുപിടിച്ചിരുന്ന കപ്പിൾ ഈസ് ഈക്വൽ ടു എന്താണ്, വൺ ഓഫ് ദി ഫോഴ്സസ്, രണ്ട് ഈക്വലാണ്. അപ്പോൾ വൺ ഓഫ് ദി ഫോഴ്സസ് F1 ഇൻറ്റു ഇതിനിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് ഇവിടെ വന്നൊരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഹൈറ്റ് H കിട്ടും. പെർപെൻഡിക്കുലർ തന്നെ വേണം, കാരണം പാരലാണ്. പാരൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മെമ്പർ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ മെമ്പറിൻ്റെ ലെന്ത് അളന്നെടുത്താൽ പോരാ, നമുക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ ലെന്ത് തന്നെ വേണം കപ്പിൾ കണ്ടുപിടിക്കും ഈ ഫോഴ്സസിനിടയ്ക്കുള്ള. അപ്പോൾ പെർപെൻഡിക്കുലർ വരച്ച് തന്നെ നമ്മൾ ആ ലെന്ത് കണ്ടുപിടിക്കണം. അപ്പോൾ F1 ഇൻറ്റു വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു H ചെയ്യുമ്പം നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ് നമുക്ക് കിട്ടുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ എങ്ങനെ മനസ്സിലായി, ഇവിടെ ഇങ്ങനെ ഒരു മെമ്പർ വെച്ച് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ കറങ്ങും, ആൻറ്റി ക്ലോക്ക് വൈസേ കറങ്ങും. അപ്പോൾ തിരിച്ചേ കറങ്ങത്തുള്ളൂ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ ഉണ്ടായി. അപ്പോൾ നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കപ്പിൾ എന്ന് നോക്കുക. അപ്പോൾ ഇതിനെ ഇത് കറങ്ങാതിരിക്കണം, ഇത് മൂവ് ചെയ്യരുത്. ഇപ്പോൾ സ്റ്റേഷനറി ആയിരിക്കുന്ന സാധനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണമെന്ന് നോക്കിയേ, ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ടോർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതായത് നാലാമത് നമ്മളൊരു ടോർക്ക് കൊടുക്കുന്നു. ടോർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് കപ്പിൾ ആയിരിക്കണം. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ ഇതിൻ്റെ ഡയറക്ഷൻ എങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കണം ടോർക്കിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ടോർക്ക് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പറയേണ്ട ഇത്രയാണ്, ഒരു മെമ്പർ എന്ന് പറയുന്നത് എന്താണ്, ടു ഫോഴ്സസ് ആൻഡ് എ ടോർക്ക് വരുന്ന കണ്ടീഷനിൽ ദ ഫോഴ്സസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഫോഴ്സസ് ഈക്വൽ ആയിരിക്കണം, ആൻഡ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കണം, ആൻഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കണം. ദ ഫോഴ്സ് ഫോർ എ കപ്പിൾ, അതായത് ദ ഫോഴ്സസ് ഫോർ എ കപ്പിൾ വിച്ച് ഈസ് ഈക്വൽ ടു ദ ഓപ്പോസിറ്റ് ടു ദി അപ്ലൈ ടോർക്ക്. അപ്പോൾ നമ്മൾ കാരണമായിട്ടുള്ള ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടോർക്ക് അപ്ലൈ ചെയ്താൽ അതിനെന്തായിട്ട് വരണം, ഓപ്പോസിറ്റായിട്ട് വരണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്നതാണ് ഏറ്റവും കൂടെ എളുപ്പമെന്ന് തോന്നുന്നു, കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ. അവിടെ ഒരു കപ്പിളാണ് ആ ഫോഴ്സസ്, ഈ ഫോഴ്സസ് ഉണ്ടാക്കുന്ന കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒരു ടോർക്ക് ഉള്ള മെമ്പറിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ പ്രൊവൈഡ് ചെയ്താലേ അതെന്താവത്തുള്ളൂ, ഇക്വിലിബ്രിയത്തിലാവും എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ F1 എന്ന് പറയുന്നതും F2 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് പാരലായിട്ട് ഈക്വൽ ഓപ്പോസിറ്റായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തു. ഇതാണ് അവിടെ സംഭവം. അപ്പോൾ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടോർക്ക് ഉണ്ടെങ്കിൽ ആ രണ്ട് ഫോഴ്സും കൊണ്ട് ഉണ്ടാവുന്ന കപ്പിള് ആ ടോർക്കിനെ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്, ബാലൻസ് ചെയ്യുമെന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കുക, ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഇതിൽ ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, പക്ഷേ പാരലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അതിന് പാരലായിട്ട് വരും. ഇത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് F1ൻ്റെ ഡയറക്ഷൻ എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ഡയറക്ഷൻ F2ൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ട് വരും. ഇനി F1 റൈറ്റ് സൈഡിലേക്ക് ആയിരുന്നെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ F1 F2ൻ്റെ ഡയറക്ഷൻ വെച്ച് നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, കപ്പിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. F1 F2 എങ്ങനെയാണോ ഈ മെമ്പറിനെ കറക്കുന്നത് അതാണ് കപ്പിളിൻ്റെ ഡയറക്ഷൻ. കാര്യം കപ്പിൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് H ആണ്. അപ്പോൾ F1 ഇൻറ്റു ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് H ചെയ്തു, ദാറ്റ് മീൻസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, F1 F2 ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് H ആണ്. അത് ഇങ്ങോട്ടാണ് കറക്കുന്നത് എന്നുള്ളതുകൊണ്ട് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ആ കപ്പിളിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. പക്ഷേ നമ്മുടെ കൺസെപ്റ്റ്, ഇക്വിലിബ്രിയത്തിൻ്റെ കൺസെപ്റ്റ്, ടോർക്ക് ഉള്ളതും രണ്ട് ഫോഴ്സും ഉള്ള ഒരു മെമ്പറിൽ ആ ഫോഴ്സസ് കൊണ്ടുണ്ടാവുന്ന ടോർക്ക് കപ്പിൾ എന്ന് പറയുന്നത് എന്തിനെ ബാലൻസ് ചെയ്യുന്നതാണ്, ആ ടോർക്കിനെ ബാലൻസ് ചെയ്യുന്നുള്ള കണ്ടീഷനാണ്. ഇതാണ് ടു ഫോഴ്സ് ആൻഡ് എ ടോർക്ക് വരുന്ന കണ്ടീഷൻ. ഇനി ഞാനൊരു പ്രോബ്ലമായിട്ട് പറയാം, കഴിഞ്ഞ തവണ പ്രോബ്ലമായിട്ട് ചോദിച്ചതാണ്, പക്ഷേ നമുക്കിനി ലാസ്റ്റ് ഒരു 1 2 3 ഇനി അടുത്ത ഫോർത്ത് വേണം അല്ലേ. ഈ ഫോർത്ത് മെമ്പറിൻ്റെ കാര്യം എന്ന് പറയുന്നത് എ മെമ്പർ വിത്ത് 4 ഫോഴ്സ്. അപ്പം 4 ഫോഴ്സ് മെമ്പർ, ഒരു 4 ഫോഴ്സുള്ള മെമ്പർ. 4 ഫോഴ്സുള്ള മെമ്പറിൻ്റെ കണ്ടീഷൻ മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞു വെക്കാം. നമുക്കതൊരു പ്രോബ്ലമായിട്ട് അടുത്ത സ്റ്റെപ്പിൽ പ്രോബ്ലമായിട്ട് കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. കഴിഞ്ഞ അങ്ങേ തവണ അതായത് 6ൻ്റെ ആദ്യത്തെ ഡോം എക്സാമിന് എന്ത് ചോദിച്ചിരുന്നു, നമുക്ക് ചോദിച്ചായിരുന്നു, കഴിഞ്ഞ തവണ ചോദിച്ചായിരുന്നു, നിങ്ങളുടെ SIT ഇപ്പോൾ എഴുതിയ ആദ്യത്തെ എക്സാമിൽ ഈ ഒരു ഫോഴ്സ് മെമ്പറിൻ്റെ ഒരു കണ്ടീഷൻ ചോദിച്ചായിരുന്നു. ഒരു പ്രോബ്ലമായിട്ട് തന്നെ ചോദിച്ച്. അപ്പോൾ അതൊരു 10 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം, പക്ഷേ 2-3 സ്റ്റെപ്പ് നമുക്ക് ആൻസർ ചെയ്യാവുന്ന സാധനം. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലമായിട്ട് തന്നെ പറയാം. അപ്പോൾ അതിൽ കണ്ടീഷൻ മാത്രം പറഞ്ഞിരിക്കുക. കാര്യം ഇപ്പോൾ 4 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ഫോഴ്സാണ്. അപ്പോൾ അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ 2 ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക 6. ഈ റിസൾട്ടൻ്റ് ബാക്കിയുള്ള 2 ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ മീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് കൺകറൻസി എന്ത് ചെയ്യണം,
എത്തിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ, ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. പക്ഷേ എങ്ങനെ നമ്മളത് എത്തിക്കുമെന്നുള്ളത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ്റെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഓഫ് ആൾ ഫോഴ്സസ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ കണ്ടീഷൻ? വെക്റ്റർ ഡയഗ്രാം ഈസ് എ ക്ലോസ്ഡ് വൺ. ആ എല്ലാ ഫോഴ്സസിൻ്റെയും കൂടെ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത്, അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് ആൻഡ് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് other two forces intersect at a point. ആ പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കാൻ പറ്റും? പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ഫോഴ്സിൽ 2 എടുത്ത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു 3 ഫോഴ്സ് മെമ്പർ ആയില്ലേ. പിന്നെ ബാക്കി 3 ഫോഴ്സ് മെമ്പറിൻ്റെ കണ്ടീഷൻ തന്നെ. ആ 3 ഫോഴ്സും കൂടെ ഇത് ചെയ്യണം, ഒരു പോയിന്റ് മീറ്റ് ചെയ്യണം, പോയിന്റ് ഓഫ് കൺകറൻസി. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. നമുക്ക് പ്രോബ്ലം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം.